ഹലോ, അസ്സലാമലൈക്കും. എന്താണ് വർത്താനം? ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയേണ്ടത് ഞാൻ കാണിക്കുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും അല്ലേ? അതെ, നമ്മളെ നല്ല പൊരിച്ച പത്തിരിയാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്നില്ലേ, അതേപോലത്തെ പൊരിച്ച പത്തിരിയാണ്. പിന്നെ നെയ്പത്തിരി അല്ല കേട്ടോ, ഇത് പൊരിച്ച പത്തിരി. അത് കുറച്ച് തടിയൊക്കെ കൂടിയിട്ടാണ് നമ്മളിതെല്ലാം അപ്പം ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ബാക്കിയൊക്കെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഞാൻ അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 4 ചെറിയ ഉള്ളി, അതേപോലെ 2 വെളുത്തുള്ളിൻ്റെ അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എന്താക്കണം, ഇതൊന്ന് അരഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. ചതച്ചിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം അതേ മിക്സിയിൽ തന്നെ ഞാനൊരു 3/4 കപ്പോളം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകവും, ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകവും, ഈ 2 ജീരകവും ചേർത്ത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. അതും നമുക്ക് ചതച്ചെടുത്തിട്ട് അതും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് എന്താക്കണം, പൊടി എങ്ങനെയാണ് കുഴക്കാൻ നോക്കാം. അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂണ് നെയ്യും അതേപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ചതച്ചെടുത്ത് വെച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പേസ്റ്റില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ചതച്ചത് അതും ചേർത്ത് അത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ മൂപ്പിക്കണം. മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 കപ്പ് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 കപ്പ് 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഞങ്ങളെ കണ്ണൂർ ഭാഗത്തുള്ള പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനോടാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത്. അതിൽ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സാക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ നോക്കണം. എല്ലാം ചെയ്തതിന് ശേഷം വെള്ളം ഒന്ന് തിളക്കണം. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മളെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഏത് കപ്പിലാണോ നിങ്ങൾ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം എടുക്കാൻ വേണ്ടി നോക്കുക. ഞാൻ അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി മതി. നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഉള്ളിൽ കട്ടി വേണമെങ്കിൽ കുറച്ചും കൂടി മൈദപ്പൊടി ചേർക്കുക. ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കിയ നമ്മൾ നല്ല ജീരകം 1 ടേബിൾ സ്പൂണോളം അതും ചേർത്ത് കൊടുത്ത്, കുറച്ചധികം തന്നെ ഞാൻ കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഇളക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതേ ചൂടോട് തന്നെ നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ നോക്കണം. കാരണം കൈക്ക് ചൂട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ കൈ ഇങ്ങനെ മുക്കി ആ വെള്ളത്തിൽ മുക്കി നമുക്ക് ഇതേപോലെ കുഴച്ചെടുത്താൽ മതി. എന്നാൽ നമുക്ക് അധികം ചൂട് കൈക്ക് തട്ടില്ല. നല്ല ചൂടാണ്. നല്ലതുപോലെ തന്നെ ഇതാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ച് വെക്കാം. ഞാൻ എൻ്റെ മാവെല്ലാം കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 ഭാഗമാക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു ഷീറ്റ് എടുത്തിട്ട് ഷീറ്റിലാണ് ഞാനിതൊന്ന് പരത്തി കൊടുക്കുന്നത്. ഇനി നമ്മളെ മാവിൽ നിന്ന് പകുതി എടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പകുതി നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ അതിന് മുമ്പ് ഒരു ചീനച്ചട്ടിയൊക്കെ എടുത്ത് ഞാൻ ചൂടാക്കാൻ വേണ്ടി എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അവിടുന്ന് ചൂടാവട്ടെ. ഞാൻ ഒരു ഭാഗം നല്ലതുപോലെ തന്നെ പരത്തി കൊടുക്കുക. അധികം കട്ടി കുറഞ്ഞിട്ടും അധികം കട്ടിയിലും പരത്തരുത്. ഇതേപോലത്തെ അടപ്പോ കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് കട്ട് ചെയ്തിട്ടെടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഞാൻ ഈ അടപ്പോടാണ് ഞാൻ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. എല്ലാം തന്നെ ഇതേപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. കുഴച്ചെടുത്താൽ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനതാ ഒരു ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടി ഞാൻ എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. 2 വശവും നല്ലതുപോലെ മൊരിഞ്ഞിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടി. നല്ല കളറൊക്കെ മാറിയിട്ട് വേണം എടുക്കാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക. അതേപോലെ തന്നെ നിങ്ങൾ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കുക. സപ്പോർട്ടൊക്കെ തരാം. എല്ലാവരും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക.
ഞാനപ്പം എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ആദ്യം ഇട്ടതൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് ഇട്ടതാണ് നമ്മളപ്പൊക്കെ എല്ലാം തന്നെ പത്തിരി ഞാനെല്ലാം മൊത്തം പൊരിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി. ഇതിന് കറിയൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ഇതങ്ങനെ ചായക്കും ഇങ്ങനെ വെറുതെ തിന്ന് നടക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. എന്നാൽ ശരി, വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരോടും ഞാൻ വീണ്ടും അസ്സലാമു അലൈക്കും. താങ്ക് യു.